ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് സച്ചി കാർ തുടയ്ക്കുന്ന ജോലി ചെയ്യുന്നതറിഞ്ഞിട്ട് രേവതി അത് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ ഫ്ലാറ്റില്. അങ്ങനെ സച്ചി ചെയ്യുന്നത് കണ്ടിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് രേവതി. ആ വിശേഷങ്ങൾ കേൾക്കാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പിസോഡിന് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഐക്കാർട്ടിലും കൊടുക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അങ്ങനെ രേവതി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാറിന്റെ ഓണർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. സച്ചി വാഷ് ചെയ്ത് വെച്ച കാറിന്റെയാണ്. നീ എന്ത് തുടക്കില്ല തുടയ്ക്കുന്നത്? ഒരു കാറ് മര്യാദയ്ക്ക് തുടയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ജോലിക്ക് വരാൻ വേണ്ടി നിൽക്കരുത്. ഇതേ ഇവിടെ കണ്ടില്ലേ ചളി നന്നായിട്ട് തുടയ്ക്കണമെന്നൊക്കെ പറയണേ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് സച്ചി വീണ്ടും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വരികയാണ് കേട്ടോ. അദ്ദേഹമാണ് നേരത്തെ കാറ് തുടച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നത്. സർ ഉള്ളിലൊക്കെ നന്നായിട്ട് തുടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കീ കൊടുക്കുകയാണ് കേട്ടോ സച്ചി. അങ്ങനെ അദ്ദേഹം കാറ് തുറക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അയാൾ ഓർക്കുന്നത്, ഫോൺ ഞാൻ കാറിലാണല്ലോ വെച്ചത്, എവിടെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കാറ് മൊത്തം നോക്കുന്നുണ്ട്. പക്ഷെ ഫോൺ കാണുന്നില്ല. അങ്ങനെ ഇയാൾ തിരയുന്നത് കണ്ടിട്ട് മറ്റൊരാൾ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് പറ്റി സാർ എന്ന് ചോദിക്കുകയാണേ. ഞാൻ ഫോൺ കാറിൽ വെച്ചിട്ടാ പോയതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. സാർ ഇപ്പൊ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആയിട്ടുള്ള 1.5 ലക്ഷം രൂപയുടെ ഫോണല്ലേ മേടിച്ചത്, അത് കാറിൽ വെച്ചിട്ട് പോയോ? അതെ സാർ, ഞാൻ പുറത്ത് പോയിട്ട് വരുന്ന സമയത്ത് കാറിൽ വെച്ചു എന്നാണ് എന്റെ ഓർമ്മ. സാർ നന്നായിട്ട് നോക്കിയോ എന്നുള്ള കാര്യത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതെ സാർ ഞാൻ നോക്കി, ഫുള്ള് കംപ്ലീറ്റ് നോക്കി. അങ്ങനെ അത് കഴിഞ്ഞ് സച്ചിയെ വിളിക്കാൻ കേട്ടോ. നീ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ മൊബൈൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല സാർ, അതിനകത്ത് 2-3 പേപ്പർ ഉണ്ടായിരുന്നത്. അല്ല, ഞാൻ അതിനകത്ത് ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു ആ കാറിന്റെ ഓണർ പറയണേ. അപ്പോൾ സച്ചി വീണ്ടും പറയുന്നുണ്ട്, ഇല്ല സാർ, സാർ നല്ലോണം നോക്കിയാൽ മതി, ഞാനാണല്ലോ ഉള്ളു ഫുള്ള് തുടച്ചത്, അവിടെ ഒന്നും ഫോൺ കണ്ടിട്ടില്ല, സാർ ചിലപ്പോൾ ബാഗിലോ മറ്റെവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും, സാർ ഓർത്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണേ. അപ്പോഴേക്കും കൂടുതൽ ആൾ പറയുന്നുണ്ട് കേട്ടോ, സാർ എനിക്കെന്തോ ഈ ആളുടെ മേലാണ് സംശയമുള്ളത്. അപ്പോഴേക്ക് കാറിന്റെ ഓണറും പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്, പക്ഷെ എങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും വേറൊരാൾ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സാർ ഇതുവരെ ഡ്യൂട്ടിക്ക് പോയില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല, എന്റെ മൊബൈൽ കാണുന്നില്ല, ദാ അവന്റെ കയ്യിലായിരുന്നു ചാവി കൊടുത്തിട്ടുണ്ടായിരുന്നത് കാറ് തുടയ്ക്കാൻ വേണ്ടിയിട്ട്. സാർ ഇതുകൊണ്ടാണ് പറഞ്ഞത് മുന്നും പിന്നും നോക്കാതെ ഓരോരുത്തർ ജോലിക്ക് വെക്കണ്ട എന്നുള്ള കാര്യം. ഇതൊക്കെ രേവതി കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും 2 പേര് പിന്നെയും വരുന്നുണ്ട്. അവര് വന്നിട്ട് എന്താന്ന് ചോദിക്കുമ്പോൾ സാറിന്റെ മൊബൈൽ കാറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ദേ അവനാണ് കാറ് തുടച്ചതെന്ന് പറഞ്ഞിട്ട് സച്ചിയെ ചൂണ്ടിക്കാണിക്കുകയാണേ. അങ്ങനെ രണ്ടാമത് വന്നതിൽ കൂടെയുള്ള ഒരാൾ പറയുന്നുണ്ട്, നമ്മുടെ ഫ്ലാറ്റിന്റെ ഓണറാണ് ഇയാൾ ഇവിടെ ജോലിക്ക് ചേർത്തത്, എന്തോ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇപ്പൊ ഫോൺ മോഷ്ടിച്ചു, ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് വീട്ടിനുള്ളിൽ വിളിച്ച് കയറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം മോഷ്ടിക്കാൻ വേണ്ടി പോകുന്നതെന്ന് ആർക്കറിയാം. ഇതൊക്കെ കേട്ടിട്ട് രേവതി ഇങ്ങനെ കരഞ്ഞോണ്ട് നിൽക്കാണ് കേട്ടോ. തുടർന്ന് മറ്റൊരാൾ പറയുന്നുണ്ട്, സർ ഇവരാണ് എടുത്തെന്നുള്ള കാര്യം എങ്ങനെയാ സാർ നമ്മൾ പറയാ? ആളെ കണ്ടിട്ട് ഒരു പാവത്തെ പോലെയാണ് തോന്നുന്നത്, എന്തായാലും ചെക്ക് ചെയ്ത് അറിയാൻ വേണ്ടി പറ്റുമെന്ന് പറയണേ. ഒരുപക്ഷെ അവൻ അല്ലെങ്കിലും എടുത്തെന്നുള്ള കാര്യം ഓണർ ചോദിക്കുമ്പോൾ സർ അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ, അവൻ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക. അങ്ങനെ അവരെല്ലാരും കൂടി സച്ചിയുടെ അരികിലേക്ക് ചെല്ലുകയാണേ. ഒന്ന് ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കുമ്പോൾ എന്താ സാർ ചോദിക്കുന്നുണ്ട്. നിന്റെ പേരെന്താണ്? സച്ചി. സാറിന്റെ കാറ് നീയാണോ തുടച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സാർ ഞാൻ തന്നെയാണ് തുടച്ചത്. അതിൽ മൊബൈൽ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞാൻ എടുത്തോ എന്നുള്ള കാര്യമല്ലേ ചോദിക്കുന്നത്, അതല്ലേ നിങ്ങൾ എല്ലാവരും കൂടി നിന്ന് സംസാരിച്ചത്. എടുത്തോ എന്നുള്ള കാര്യമല്ല ചോദിച്ചത്, നീ മോഷ്ടിച്ചോ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, സർ എനിക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നവനാണ്. അപ്പോഴേക്കും മറ്റൊരാൾ പറയുന്നുണ്ട് കേട്ടോ, ഈ ഫ്ലാറ്റിൽ ഇതുവരെ ഒരു മോഷണം നടന്നിട്ടില്ല, എന്നാ നീ വന്ന് 2ാമത്തെ നാളില് അത് സംഭവിച്ചു, അതും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫോൺ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് കേട്ടോ, അതിനർത്ഥം ഞാൻ എടുത്തു എന്നാണോ? മറ്റുള്ളവരുടെ വീട്ടിലുള്ളതൊന്നും ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല സർ, വീട്ടിലെവിടെയെങ്കിലും പോയി നോക്കിക്കോളാൻ വേണ്ടി പറയുമ്പോഴേക്കും ഓണർ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ നോക്കി, നിന്റെ പേരിലാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്, ചെക്ക് ചെയ്ത് അറിയാൻ വേണ്ടി പറ്റുമെന്ന് പറയുമ്പോൾ സർ എന്റെ മേലെ കൈവച്ചുള്ള പരിപാടിക്കൊന്നും നിൽക്കണ്ട, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. അങ്ങനെ സച്ചിന്റെ ഫോൺ എടുത്ത് കാണിക്കുന്നുണ്ട്, ഇത് എന്റെ ഫോണായിരുന്നു, നീ ഷർട്ടിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, സർ ഞാൻ മര്യാദക്കാണ് പറഞ്ഞത്. അപ്പോഴേക്കും ഒരാൾ അവിടേക്ക് ബൈക്കിന് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അയാൾ ഫുട്ബോൾ കളിക്കാൻ എന്തിനോ പോയതായിരുന്നു, അവിടെ കോർട്ടിൽ വെച്ചിട്ട് മറന്നു പോയതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ തിരികെ കൊടുക്കുകയാണ് കേട്ടോ. സാർ അവിടെ മറന്നു വെച്ചിട്ട് ആവശ്യമില്ലാതെ ഇവിടെ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ മറന്നു പോയിന്ന് ഓണർ പറയണേ. സാർ അവിടെ മറന്നു വെച്ചിട്ട് വെറുതെ പാവം അവനെ സംശയിച്ചില്ലേ, എന്ത് ചെയ്യാനാണ്. എന്തായാലും മൊബൈൽ കിട്ടിയില്ലേ, എല്ലാവർക്കും പോയെന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, സാർ എങ്ങോട്ടായി പോകുന്നത്? എല്ലാവരും കൂടി ചേർന്നിട്ട് കൊള്ളക്കാരനെ പോലെ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പൊ എന്താ എല്ലാവരും സൈലന്റ് ആയിട്ട് പോകുന്നത്? ഇല്ലാത്തവനാന്ന് കരുതിയിട്ട് എല്ലാവരും മോഷ്ടിക്കുന്നതാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? സർ ഞാനും സ്വന്തമായിട്ട് കാർ ഓടിച്ചുകൊണ്ട് നടന്നിരുന്ന ആളാണ്, ഇപ്പോ എന്തോ എന്റെ കഷ്ടകാലത്തിന് ഇവിടെ വന്ന് നിൽക്കാണ്. അല്ല അത് സച്ചി അറിയാതെ എന്ന് പറയുമ്പോൾ എന്താ അറിയാതെ സാർ?
അവരെവിടെയോ വെച്ചിട്ട് വന്നിട്ട് എന്നെ സംശയിക്കുന്നു. ജോലിക്ക് വന്ന ആൾക്കാരൊക്കെ മറ്റുള്ളവരുടെ സാധനങ്ങൾ ആശപ്പെടുകയും അതുപോലെ തന്നെ അത് മോഷ്ടിക്കുകയും ചെയ്യുന്നു വിചാരിച്ചോ? സാറിനെ പോലത്തെ കാറും കോസ്റ്റ്ലി ആയത് ഒരുപക്ഷെ ഫോണൊന്നും എന്റെ കയ്യിലുണ്ടാവില്ല. എങ്കിലും ഇത്രയും കാലം നേർവഴിയിലൂടെ തന്നെ നടന്നത്. കാറ് തുടയ്ക്കാൻ വേണ്ടി വന്നു എന്ന് കരുതിയിട്ട് ഞാൻ സൈലന്റ് ആയിട്ടിരിക്കണോ? നിങ്ങൾ പറയുന്നതൊക്കെ കേട്ടിട്ട് ഇത് ഞാൻ നിങ്ങളുടെ ആരുടെങ്കിലും മേലാ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും എന്നെ വെറുതെ വിടുമായിരുന്നോ? അല്ല സച്ചി, എന്തോ അറിയാതെ സംഭവിച്ചു പോയതാണ്. എന്തായാലും എല്ലാവരും ഓഫീസിൽ പോകാൻ റെഡി ആയിട്ട് നിൽക്കുമല്ലേ, എല്ലാവരും പോകാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവാണേ. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞു. പക്ഷെ അതിൽ ഒരാൾ മാത്രം അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചിക്ക് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നോക്ക് സച്ചി, എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞതാണ് നീ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ ആരും എന്റെ വാക്ക് കേട്ടില്ല. സംശയപ്പെട്ടതിൽ ഒരു കുഴപ്പമില്ല സർ. പക്ഷെ ഒരു സോറി പോലും പറയാണ്ട് പോയത് കണ്ടില്ലേ? നമുക്കൊക്കെ എന്തിനാ സോറി തരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നുണ്ടാവുക. നമ്മളോടൊക്കെ എന്തിനാ സോറി പറയുന്നതെന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവുക. വന്ന ദേഷ്യത്തിന് എല്ലാത്തിനും തൂക്കിയെടുത്ത് അടിക്കേണ്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്റെ ജോലി പോകും. അതുകൊണ്ടാണ്. വീട്ടു ചെലവിന് കാശ് വേണം, ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് സർ. എന്തായാലും ഇതൊക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ സർ, നോക്കിക്കോളാം എന്ന് പറയണേ. അങ്ങനെ സച്ചി വീണ്ടും പണി തുടരാണ്. കാറ് തുടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഇതെല്ലാം രേവതി അവിടെ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ. ആകെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കേട്ടോ രേവതി ഉള്ളത്. അവിടെ നിന്ന് നേരെ പോകുന്നത് ഫൈനാൻസറെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സച്ചിയുടെ വിഷമൊക്കെ കണ്ടിട്ട് ഫൈനാൻസർ ആണെന്നുണ്ടെങ്കിൽ രേവതി അവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരാൾ പുറത്തേക്ക് വരുമ്പോൾ, സർ എനിക്കൊന്ന് ഫൈനാൻസറെ കാണണമായിരുന്നു, ഒരുപാട് നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു, ഒരു 2 മിനിറ്റ് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ അവർ വിളിച്ചാൽ മാത്രമേ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് രേവതിയെ വീണ്ടും അവിടെ ഇരുത്തുകയാണേ. അങ്ങനെ എന്തായാലും സമയം എടുക്കുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നേരെ രവിയെ വിളിക്കുകയാണ് കേട്ടോ രേവതി. എന്നിട്ട് ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ രവി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി, നിന്റെ ജോലി കഴിഞ്ഞില്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഇല്ല, ഞാൻ വന്ന കാര്യം നടന്നിട്ടില്ല അച്ഛ, കുറച്ചും കൂടി ബാക്കിയുണ്ട്. പൂ കെട്ടി കൊടുക്കാനുണ്ടാവില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അതെ, ഇനി ഒരുപാട് ഓർഡർ ഉണ്ട്, അതുകൊണ്ട് അച്ഛൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുകയാണേ. ഇല്ല, ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛ ഭക്ഷണം എടുത്ത് കഴിക്കണം, നേരത്തിന് മരുന്ന് കഴിക്കാനുള്ളതല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ കഴിച്ചോളാം മോളെ, നീ കഴിക്കാതിരിക്കരുത്, അതൊക്കെ അച്ഛൻ ഞാൻ നോക്കിക്കോളാം, അച്ഛൻ കഴിക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. നീ സമാധാനത്തോടു കൂടി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രവിയും ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ചതിന് ശേഷം ആ ഫൈനാൻസിയറിൻ്റെ റൂമിൽ നിന്ന് പിന്നെയും അയാൾ പുറത്തേക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, സർ ഇനിയെങ്കിലും ഒന്ന് കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യം. നിങ്ങളുടെ അടുത്ത് എന്താ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അങ്ങോട്ട് പോകാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ രേവതിയെ ആട്ടുന്ന രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രേവതി അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഫൈനാൻസർ പുറത്തേക്ക് വരുന്നത്. സർ, സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്നുള്ള കാര്യം പറയണേ. എനിക്ക് ഇതിൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാനില്ല സർ, പ്ലീസ് എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം എന്നൊക്കെ പറയുമ്പോൾ, നീ എന്തിനു വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. നീ നിന്റെ ഭർത്താവിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അവനെക്കുറിച്ച് സംസാരിച്ചിട്ട് നേരം കളയാൻ വേണ്ടിയിട്ട് എനിക്ക് സമയമില്ല സർ. പ്ലീസ് സർ, അവർ കാറില്ലാതെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഓ ആണോ, അങ്ങനെയാണെങ്കിൽ വളരെ നല്ലത്. ഞാൻ വിചാരിച്ചു അവൻ ചുമ്മാ ഓര് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം. എന്തായാലും അവൻ കഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം നീ തന്നെ വന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. നീ പോവാൻ നോക്കുന്നുള്ള കാര്യം പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, അവര് പാവാണെന്നൊക്കെ പറയുമ്പോൾ ആര്, അവനല്ലേ? നാട്ടിലുള്ള എല്ലാവർക്കും അറിയാലോ അവൻ പാവാണെന്ന്. ചുമ്മാ ഓരോന്ന് പറയാതെ പോവാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണേ. അയാൾ പോകുന്നതിന് വഴിയെ തന്നെ രേവതിയും പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സർ പ്ലീസ് സർ, അവർക്ക് കാറ് തിരികെ കൊടുക്കണം സർ, പ്ലീസ് സർ എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ വാക്കൊന്നും കേൾക്കാതെ അയാൾ കാറിൽ കയറി പോവാണ്. അപ്പോഴേക്കും അവിടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുണ്ട് കേട്ടോ. അദ്ദേഹം ആ ചേച്ചി വന്നിട്ട് പറയുന്നുണ്ട്, അങ്ങനെ അവർ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ ഫൈനാൻസിൻ്റെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണ് വന്നിട്ട് നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൽ കൂടുതൽ അവരുടെ അടുത്ത് കെഞ്ചി ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അവർ കേൾക്കില്ല, ഓൾറെഡി ദേഷ്യത്തിലാണുള്ളത്. ഒരു കാര്യം ചെയ്യൂ, നാളെ രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിക്കൂ, അവിടെ ആകുമ്പോൾ അയാൾ കുറച്ച് ശാന്തനായിരിക്കും എന്നുള്ള കാര്യം പറയുകയാണേ. അവരുടെ വീട് എവിടെയാണെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ കറക്റ്റ് വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് വീട്ടിലാണെന്നുണ്ടെങ്കിൽ രവി ഭക്ഷണം എടുത്ത് കഴിക്കുകയാണ്. ചോറൊക്കെ വിളമ്പി കറിയൊക്കെ വിളമ്പി ടേബിളിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കൈ കുത്തുമ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. വന്നത് സച്ചിയായിരുന്നു കേട്ടോ. നീ എന്താ ഇത്ര പെട്ടെന്ന് വന്നത്, എന്തോ ജോലി അന്വേഷിച്ച് പോയതാന്നുള്ള കാര്യം പറയുമ്പോൾ, അച്ഛൻ ഞാൻ നോക്കി പക്ഷെ ഒന്നും റെഡി ആയില്ല എന്ന് പറയുകയാണേ. അല്ല അതൊക്കെ ഇരിക്കട്ടെ, അച്ഛൻ ഭക്ഷണം കഴിച്ചോ, ഇതാ കഴിക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നീ ബെല്ലടിച്ചത്. അച്ഛനെന്താ ഇത്ര ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കുന്നേ? രേവതി ഇവിടെ അവളുടെ അടുത്തല്ലേ ഭക്ഷണത്തിന് കാര്യമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അവൾക്ക് കടയിൽ എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പൊ അമ്മയോ, അവള് ഭാമയുടെ കൂടെ പുറത്തേക്ക് പോയി. കണ്ടില്ലേ, അച്ഛന് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും അച്ഛനെ ഇവിടെ തനിച്ചാക്കിയിട്ട് പുറത്തു പോയിരിക്കുകയാണ്. അതായിരിക്കും എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, വീട്ടിലേക്ക് പോയെന്ന്. എന്റെ ഫോൺ ചെയ്താ പോരായിരുന്നു അച്ഛൻ, ഞാൻ വരില്ലായിരുന്നു. എന്താടാ, ഞാൻ ഇതുവരെ തനിച്ചിരുന്നിട്ടേ ഇല്ലേ. രാവിലെ അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെല്ലാം രേവതി തന്നിട്ടാണ് പോയത്.
അച്ഛൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നോ, പിന്നെ എന്തിനാ എണീറ്റ് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരാതിരിക്കാൻ വേണ്ടി പറ്റുമോ? നീ വെറുതെ ഓരോന്ന് പറഞ്ഞു നിൽക്കാണ്ട് പോയിട്ട് കഴിക്കാനുള്ളത് എടുത്തിട്ട് വാ, ഇനി ഞാൻ തന്നെ പോയി എടുത്തിട്ട് വരണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട അച്ഛാ ഞാൻ എടുത്തോളാം, അച്ഛൻ കഴിച്ചോ ഞാൻ എടുത്തിട്ട് വരാം. സച്ചി ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ രവീന്ദ്രൻ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സച്ചി ചോറെടുത്തതിന് ശേഷം സാമ്പാർ വിളമ്പുമ്പോൾ ആദ്യം ഒരു കോരി ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഇടുന്ന സമയത്ത് അതിനകത്ത് പല്ലി ചത്ത് കിടക്കുന്നത്. പല്ലി അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ഓടുകയാണേ, അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട്. ആ സമയം വായിലേക്ക് ഇങ്ങനെ രവി കൊണ്ടുപോകുന്നുണ്ട് ഭക്ഷണം. അപ്പോഴേക്കും തട്ടി അങ്ങ് മാറ്റാണ് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട്. എന്താണ് നീ തട്ടിക്കളഞ്ഞത്, അച്ഛൻ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെ പ്ലേറ്റ് അങ്ങ് തട്ടിയിടുകയാണ് കേട്ടോ. എന്തിനാടാ നീ പ്ലേറ്റ് ഒക്കെ തട്ടിയിടുന്നത്, അച്ഛൻ കഴിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ കഴിച്ചിട്ടില്ലടാ, അതിനു മുമ്പേ തന്നെ നീ തട്ടിവിട്ടല്ലോ. എന്നിട്ട് രവിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ സച്ചി. എന്താടാ നിനക്ക്, നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്നത്? ഭാഗ്യമുണ്ട് അച്ഛൻ കഴിക്കാത്തത്, അവൾ എന്ത് ഭക്ഷണം ഉണ്ടാക്കി വെച്ചത്. രേവതി നന്നായിട്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്, എന്താ നിനക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ സാമ്പാറിനകത്ത് പല്ലി ചത്ത് കിടക്കുന്നു. എന്നിട്ട് ആ വിളമ്പി വെച്ചിരിക്കുന്ന ചോറ് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അച്ഛ ഇതാ കണ്ടോ പല്ലി കിടക്കുന്നത് എന്നുള്ള കാര്യം. ഇതെന്താ ഇതിങ്ങനെ, ഞാൻ കണ്ടില്ലല്ലോടാ എന്നുള്ള കാര്യം പറയുമ്പോൾ ഞാനത് കണ്ടപ്പോൾ ഷോക്കായി പോയി. അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ പോലും വായിൽ വെച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ലടാ ഞാൻ കഴിച്ചിട്ടില്ല. അച്ഛൻ ആദ്യം പോയിട്ട് കൈ കഴുകിയിട്ട് വാച്ച. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചന്ദ്രമതിയും അതുപോലെ തന്നെ ഭാമയും കൂടി വരുന്നത്. അവരെ കണ്ട ഉടനെ തന്നെ ചോദിക്കുന്നുണ്ട്, നാട് മുഴുവൻ തെണ്ടിയിട്ട് വരില്ലേ, എന്റെ അച്ഛൻ ഇവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട്, ഒരാവശ്യത്തിന് ഞാൻ പുറത്തു പോയതാ, അതിന് നിനക്ക് എന്താടാ ഇപ്പോ? നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് പുറത്തു പോയി, ഇപ്പൊ ഞാൻ വന്നിട്ടില്ലെങ്കിൽ അച്ഛന്റെ അവസ്ഥ എന്താവും എന്നുള്ള കാര്യം അറിയായിരുന്നോ? എന്താ സംഭവിച്ചത്? എന്താ രവിയേട്ട നിങ്ങൾക്ക് വീണ്ടും നെഞ്ചുവേദന വന്നോ? അതൊന്നുമില്ല, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കില്ലേ. തുടർന്ന് ഭാമ കാണുന്നുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ താഴെ കിടക്കുന്നത്. ഇതെന്താ ഭക്ഷണമെല്ലാം താഴെ കിടക്കുന്നത്, ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും ചത്തുപോകുമായിരുന്നു എന്നുള്ള കാര്യം പറയണേ. ഈ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാവരും മണ്ണിനടി പോയേനെ. ഇവൻ എന്തൊക്കെയായി പറയുന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാമ്പാറിൽ പല്ലി ഉണ്ടായിരുന്നു. എന്ത് പല്ലിയോ? അയ്യോ രവിയേട്ടൻ കഴിച്ചോ? ഇല്ല ഞാൻ കഴിച്ചില്ല. അപ്പോഴേക്കും സച്ചി വന്നിട്ട് തട്ടിവിട്ടു. ഇങ്ങനെയാണോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെന്തിനാ എന്നോട് ചോദിക്കുന്നത്, നിന്റെ ഭാര്യയുടെ അടുത്ത് ചോദിക്ക്, അവളല്ലേ ഉണ്ടാക്കി വെച്ചത്. രാവിലെ അവൾക്ക് അവളുടെ അമ്മയുടെ കൂടെ എന്തോ പൂ കെട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയി. അവളാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് പോയത്, മൂടി വെക്കാതെ പോയി. അവളെ ചോദ്യം ചെയ്യുന്നതിന് പകരം എന്നെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രേവതി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അച്ഛ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചുകൊണ്ട്. കണ്ടല്ലോ പുതിയ ടൈപ്പ് സാമ്പാർ വെച്ച കാര്യം നീ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, എന്താ പറയുന്ന അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ നടിക്കല്ലേ, എല്ലാം നോക്കിയിട്ട് വേണ്ടേ ചെയ്യാൻ, നീ നിന്റെ കടമ തീർക്കാൻ വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുക, നിങ്ങൾ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. അപ്പോഴേക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, നീ എന്ത് വേലയ്ക്കാ പോയത്? അത് ഞാൻ അമ്പലത്തിൽ പോയതായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോൾ അതാണല്ലോ ഇപ്പൊ പ്രധാനം, എന്റെ അച്ഛനോട് തനിച്ചാക്കിയിട്ട് നീ എന്തോ ഉണ്ടാക്കി വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മത്തൻ സാമ്പാർ. മത്തൻ എന്താ കൈയും കാര്യം മുളച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് മനസ്സിലാവുന്നില്ല അല്ലേ, വാ. എന്നിട്ട് സാമ്പാറിൽ പല്ലി കാണിച്ചു കൊടുക്കുന്നത്. അയ്യോ പല്ലി എന്ന് പറയുമ്പോൾ അച്ഛൻ കഴിച്ചില്ലല്ലോ, വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതി രേവതിയെ അങ്ങ് തള്ളി മാറ്റിയിട്ട് നീ ഓവറായിട്ട് നടിക്കല്ലേ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, രേവതി നീ പേടിക്കണ്ട, ഞാൻ കഴിച്ചിട്ടില്ല. നിന്നെ വിശ്വസിച്ച് എന്നെ ഓരോരോ തവണയും കബളിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ നീ. അച്ഛനെ നോക്കൂന്ന് വിചാരിച്ചപ്പോ നീ നിന്റെ പാട്ടിന് ഓരോന്ന് ചെയ്യാണല്ലേ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിനക്ക് നിന്റെ അമ്മയ്ക്ക് പൂ കെട്ടി കൊടുക്കുന്നത് ഇത്രയും വലിയ കാര്യമാണോ? ഇവിടെ എല്ലാവരും നീ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞോ? പോകുന്ന അവസരത്തിൽ എല്ലാം നശിപ്പിച്ചിട്ട് പോകാനാണോ നിന്റെ ഉദ്ദേശം? ഇല്ല അമ്മേ, ഞാൻ എല്ലാ പാത്രവും മൂടി വെച്ചിട്ടാ പോയത്. ചുമ്മാ പറയല്ലേ, നിങ്ങള് കറിയെടുക്കുന്ന സമയത്ത് പാത്രം മൂടിയിട്ടാണോ ഉണ്ടായിരുന്നത്? ഞാൻ നോക്കുന്ന സമയത്ത് തുറന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ തട്ടെടുത്ത് മൂടി വെക്കുക ചെയ്തത്. കേട്ടല്ലോ, മര്യാദയ്ക്കൊന്ന് മൂടി വെക്കാതെ പോലും പോവും. ഇല്ല അമ്മേ, എനിക്ക് നന്നായിട്ടറിയാം, ഞാനെല്ലാം മൂടി വെച്ചിട്ട് തന്നെയാ പോയത്. അപ്പൊ ഭാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, എല്ലാം ചന്ദ്രമതി ചെയ്ത പണിയാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, പിന്നെ പാത്രത്തിന്റെ തട്ട് ഓൾറെഡി തുറന്നു വെച്ചതാണോ? വെറുതെ ആരോരോ ന്യായം പറയാൻ നിൽക്കരുത്. വന്ന് നിനക്ക് ഒന്നിനും ശ്രദ്ധയില്ലാണ്ട് ആയിപ്പോയി. എന്റെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ടാണ് കേട്ടോ രേവതിക്ക് നേരെ. വീടടാ, അതിനൊന്നും സംഭവിച്ചില്ലല്ലോ, എന്തോ അറിയാതെ സംഭവിച്ചതായിരിക്കും, തുറന്നു വെച്ചിട്ട് അറിയാതെ പോയതാവെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇല്ല അച്ഛ, ഞാൻ ഒരിക്കലും തുറന്നു വെച്ച് പോകുന്ന ശീലം എനിക്കില്ല. ഒരു വെള്ളമാണെങ്കിൽ പോലും ഞാനത് മൂടി വെച്ചിട്ടാ പോവുക, അതിലൊന്നും വീഴരുതെന്ന് കരുതിയിട്ട്. വേറെന്തോ തെറ്റ് നടന്നിട്ടുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, കണ്ടല്ലോ ഇവള് തെറ്റ് ചെയ്തിട്ട് എങ്ങനെയാ ഒഴിഞ്ഞു മാറുന്നത് എന്നുള്ള കാര്യം. ഇല്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടെ നിൽക്കുന്നതിനേക്കാൾ പ്രധാനമായിരിക്കില്ലേ പൂ കെട്ടുന്നത്? നിനക്ക് എന്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ ഞാൻ അച്ഛന്റെ കൂടെ ഇരിക്കില്ലായിരുന്നോ? എന്തായാലും നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരുന്നത് നന്നായി എന്നുള്ള കാര്യം പറയാനിട്ട് ചന്ദ്ര. ഇവൻ വന്നതുകൊണ്ട് ഇപ്പൊ ഈ വീട്ടിലെ എല്ലാവരും ജീവനോടെ ഉണ്ട്. നീ ഒന്ന് നിർത്ത് ചന്ദ്രേ, എപ്പോഴും അവളെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം നിനക്ക്. എന്തായാലും അവൾ അറിയാതെ നടന്നതല്ലേ, ഇനി ഇങ്ങനെ നടക്കാതെ നോക്കാം. രേവതി നീ പൊക്കോ, നിന്നെ ബാക്കി പിന്നെ ഞാൻ ശരിയാക്കി തരാന്ന് പറയണേ സച്ചി.
അച്ഛൻ വാ നമുക്ക് കടയിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ എന്തായാലും ചോറ് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നീ പോയിട്ട് കുറച്ച് തൈര് മേടിച്ചുകൊണ്ട് വന്നാൽ മതി എന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതി അയ്യോ ഇത് തന്നെയല്ലേ സുധി കൊണ്ടുപോയ ഭക്ഷണം എന്ന് പറയണേ. എന്തായാലും അവൻ കഴിച്ചിട്ടുണ്ടാകും, അവൻ അതിന് വലിയ വിഷമല്ലേ, അതുകൊണ്ട് അവനൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണേ. എന്തായാലും നീ സുധിക്ക് ഫോൺ ചെയ്തിട്ട് അവൻ ഭക്ഷണം കഴിച്ചോ നോക്കുക എന്നുള്ള കാര്യം രവി പറയുന്നുണ്ട്. അങ്ങനെ ഫോൺ എടുത്തിട്ട് പോവാണേ. അങ്ങനെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്, കൂടെ ബാമയുണ്ട്. ചന്ദ്രമതി അവിടെ നിൽക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ സുധി കഴിച്ചോ എന്നുള്ള കാര്യം നോക്കട്ടെ എന്ന് പറയണേ. അത് അവൻ കഴിച്ചാലും ഒന്നും സംഭവിക്കില്ല, അവൻ രാവിലെ എടുത്തിട്ട് പോയതല്ലേ, അപ്പോഴൊന്നും പല്ലി വീണിട്ടില്ല. അതെങ്ങനെ നിനക്കറിയാം? രേവതിയുടെ മേലെ ഒരു തെറ്റുമില്ല, അവള് ശരിയായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തിട്ട് പോയത്. ഇതിന് കാരണം നീയാണ്. ഞാനോന്ന് ചോദിക്കുമ്പോ ഇവിടെ വന്നതിന് ശേഷമല്ലേ ഞാനും ഭക്ഷണം കഴിച്ചത്, എനിക്കൊന്നും ആയിട്ടില്ലല്ലോ, നീയല്ലേ അപ്പൊ സാമ്പാർ എടുത്തേ. അപ്പൊ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേർക്ക് സാമ്പാർ എടുത്ത് കൊടുത്തിട്ട് മൂടി വെക്കാണ്ടിരുന്നത് ചന്ദ്രമതിയാണ്. അതെ, ഞാൻ തന്നെയാണ് മൂടി വെക്കാത്തത്, ആ തിരക്കിൽ ഞാൻ അങ്ങ് വിട്ടുപോയതാണ്. ഇപ്പൊ മനസ്സിലായോ പല്ലി എപ്പോഴാ വീണെന്ന്? നീ ആവശ്യമില്ലാതെ രേവതിയെ വെറുതെ കുറ്റപ്പെടുത്തി. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലേ നിന്റെ നേർക്ക് എല്ലാവരും കൂടി കത്തിയും കൊണ്ട് വന്നേനെ. അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ടാതെ നിന്നത്. നല്ല കാര്യം നീ വാ തുറക്കാണ്ടിരുന്നത്, അല്ലെങ്കിൽ എല്ലാവരും കൂടി ചേർന്ന് എന്നെ വറുത്തെടുത്തന്നെ. വെറുതെ രേവതിയെ വെറുതെ ചീത്ത പറഞ്ഞു, ആ സച്ചി വരെ അവളെ നേർക്ക് ശബ്ദം ഉയർത്തി. അതുകൊണ്ട് ഞാൻ ചെയ്തു എന്നുള്ള കാര്യം അവിടെ പറയണോ? എന്തായാലും നീ മിണ്ടാതിരിക്കും, ഒന്നും തെറ്റായിട്ട് സംഭവിച്ചില്ലല്ലോ, നീ മിണ്ടാതിരിക്കുന്ന് പറയുമ്പോ ഇതാ പറയുന്നത്, അമ്മായിമ്മ ഉടച്ചു കഴിഞ്ഞാല് അത് മൺചട്ടി, പക്ഷെ മരുമകൾ ഉടച്ചു കഴിഞ്ഞാൽ അത് പൊൻചട്ടി. ഇപ്പൊ പഴഞ്ചൊല്ലല്ലേ പ്രധാനം. പിന്നെ വാ നമുക്ക് കഴിക്കാം. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, എനിക്ക് ഇവിടുന്ന് കഴിക്കാൻ പേടിയാവാണ്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് ബാമ പോവാണ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്